ലോകമെമ്പാടുമുള്ള ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് ജിംഗിൾ ബെൽസ്. മഞ്ഞ് വീഴുന്ന ഡിസംബർ രാവുകളിൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഏറ്റുപാടുന്ന ഈ ഗാനം യഥാർത്ഥത്തിൽ ഒരു ക്രിസ്മസ് ഗാനമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പലർക്കും അത്ഭുതം തോന്നാം. അമേരിക്കൻ സംഗീത ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തവും എന്നാൽ രസകരമായ ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതുമായ ഈ ഗാനത്തിന്റെ ചരിത്രം വളരെ കൗതുകം നിറഞ്ഞതാണ്. 1857 മസാച്യുസെറ്റ്സിലെ മെഡ്ഫോർഡിൽ ജനിച്ച ജെയിംസ് ലോർഡ് പിയർപോണ്ട് എന്ന സംഗീതജ്ഞനാണ് ഈ ഗാനം രചിച്ചത്. ജെയിംസ് ഒരു പള്ളിയിലെ ഓർഗനിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ജോൺ പിയർപോണ്ട് ഒരു പ്രമുഖ ഉന്മൂലനവാദിയും പാസ്റ്ററുമായിരുന്നു. എന്നാൽ ജെയിംസ് തന്റെ പിതാവിന്റെ കർക്കശമായ മതബോധനത്തിൽ നിന്ന് വ്യത്യസ്തമായി അല്പം സാഹസികമായ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. ഈ ഗാനം രചിക്കപ്പെട്ടപ്പോൾ ഇതിനെ ജിംഗിൾ ബെൽസ് എന്നായിരുന്നില്ല പേര്. വൺ ഹോഴ്സ് ഓപ്പൺ സ്ലൈ എന്ന പേരിൽ 1857 സെപ്റ്റംബർ 16 അദ്ദേഹം ഈ ഗാനം പകർപ്പവകാശത്തിനായി രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഈ ഗാനം എവിടെ വെച്ചാണ് രചിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് 2 അമേരിക്കൻ നഗരങ്ങൾ തമ്മിൽ ദീർഘകാലമായി തർക്കം നിലനിൽക്കുന്നുണ്ട്. പിയർപോണ്ട് തന്റെ പ്രദേശത്തെ സ്ലീ റേസിംഗ് അഥവാ മഞ്ഞിലൂടെയുള്ള കുതിരവണ്ടി മത്സരങ്ങൾ കണ്ടതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 1850 മെഡ്ഫോർഡിലെ ഒരു വിരുന്നിൽ വെച്ചാണ് ഇത് എഴുതിയതെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. അതേസമയം മറ്റൊരു വിഭാഗം വാദിക്കുന്നത് അദ്ദേഹം ജോർജിയയിലെ സവാനയിലായിരുന്നപ്പോൾ ശൈത്യകാലത്തെക്കുറിച്ചുള്ള ഗൃഹാതുരത്വം തോന്നി എഴുതിയതാണെന്നാണ്. സവാനയിലെ ഒരു പള്ളിയിൽ ഇന്നും പിയർപോണ്ടിന്റെ സ്മരണയ്ക്കായി ഒരു സ്മാരകമുണ്ട്. എവിടെ എഴുതിയതായാലും ഈ ഗാനം ഒരു മതപരമായ സന്ദേശമോ ക്രിസ്മസ് പരാമർശമോ ഇല്ലാതെയാണ് രൂപം കൊണ്ടത് എന്ന് ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നുണ്ട്. ജിംഗിൾ ബെൽസിന്റെ ആദ്യ വരികൾ നമുക്കെല്ലാം സുപരിചിതമാണെങ്കിലും അതിന്റെ മറ്റു ചരണങ്ങൾ ശ്രദ്ധിച്ചാൽ അത് അക്കാലത്തെ യുവാക്കളുടെ ഒരു കുസൃതിപ്പാട്ടാണെന്ന് മനസ്സിലാക്കാം. മഞ്ഞിലൂടെ അതിവേഗത്തിൽ വണ്ടി ഓടിക്കുന്നതും വണ്ടി മറിയുന്നതുമൊക്കെയാണ് ഇതിലെ പ്രതിപാദ്യം. യഥാർത്ഥത്തിൽ ഇതൊരു ഡ്രിങ്കിംഗ് സോങ് അഥവാ വിരുന്നുകളിൽ പാടാൻ ഉദ്ദേശിച്ചുള്ള ഒന്നായിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നുണ്ട്. സ്ലീ റേസിംഗ് അക്കാലത്ത് യുവാക്കളുടെ വലിയൊരു സാഹസിക വിനോദമായിരുന്നു. അപകടം നിറഞ്ഞ ഈ യാത്രയെക്കുറിച്ചുള്ള തമാശ രൂപേണയുള്ള വിവരണമാണ് വരികളിലുള്ളത്. ഇനി ഇതെങ്ങനെ ക്രിസ്തുമസ് ഗാനമായി മാറിയെന്ന് നോക്കാം. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഈ ഗാനം പള്ളികളിലെയും വിദ്യാലയങ്ങളിലെയും ഗായക സംഘങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങിയത്. സ്ലീ റേസിംഗ് ശൈത്യകാലത്ത് നടക്കുന്ന ഒന്നായതുകൊണ്ടും ക്രിസ്മസ് കാലത്ത് മഞ്ഞ് വീഴുന്ന പശ്ചാത്തലമുള്ളതുകൊണ്ടും ആളുകൾ ഈ ഗാനത്തെ ക്രിസ്മസുമായി ബന്ധിപ്പിച്ചു. 1859 ഗാനത്തിന്റെ പേര് ജിംഗിൾ ബെൽസ് അഥവാ ദി വൺ ഹോഴ്സ് ഓപ്പൺ സ്ലൈ എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടു. പതുക്കെ ആളുകൾ ഇതിലെ ശൈത്യകാല സാഹസികത മറന്നു തുടങ്ങുകയും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഇതിനെ കാണുകയും ചെയ്തു. കുട്ടികൾക്ക് എളുപ്പത്തിൽ പാടാൻ കഴിയുന്ന സംഗീത താളം ഇതിനെ ലോക പ്രശസ്തമാക്കാൻ സഹായിച്ചു. ചരിത്രപരമായ മറ്റൊരു നേട്ടം കൂടി ജിംഗിൾ ബെൽസിനുണ്ട്. ബഹിരാകാശത്ത് നിന്ന് ആദ്യമായി പ്രക്ഷേപണം ചെയ്യപ്പെട്ട ഗാനമാണിത്. 1965 ഡിസംബർ 16 ജെമിനി 6 മിഷനിലെ ബഹിരാകാശ സഞ്ചാരികളായ വാൾട്ടർ ഷിറയും തോമസ് സ്റ്റാഫോർഡും ചേർന്നാണ് ഈ ഗാനം പാടിയത്. അവർ ഒരു ചെറിയ ഹാർമോണിക്കയും കുപ്പിവള പൊട്ടുകളും ഉപയോഗിച്ച് പശ്ചാത്തല സംഗീതമൊരുക്കി ഭൂമിയിലേക്ക് ഈ സന്ദേശം അയച്ചു. അവർ അയച്ച രസകരമായ സന്ദേശം ഇങ്ങനെയായിരുന്നു: ഭൂമി, ഞങ്ങൾക്ക് വടക്ക് നിന്ന് തെക്കോട്ട് പോകുന്ന ഒരു വസ്തുവിനെ കാണാം. അതൊരു ഉപഗ്രഹമാണെന്ന് തോന്നുന്നു. ചുവന്ന വസ്ത്രം ധരിച്ച ഒരാൾ അതിനെ നിയന്ത്രിക്കുന്നുണ്ട്. തുടർന്നാണ് അവർ ജിംഗിൾ ബെൽസ് പാടിയത്. പിയർപോണ്ട് യഥാർത്ഥത്തിൽ ചിട്ടപ്പെടുത്തിയ ഇണം ഇന്നത്തേക്കാൾ അല്പം കൂടി സങ്കീർണമായിരുന്നു. ക്ലാസിക്കൽ രീതിയിലുള്ള ചില മാറ്റങ്ങൾ അതിലുണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ ആളുകൾ അത് ലളിതമാക്കി മാറ്റി. ഇന്ന് നാം കേൾക്കുന്ന ലളിതമായ ജിംഗിൾ ബെൽസ് ട്യൂൺ 20ാം നൂറ്റാണ്ടിലെ റെക്കോർഡിങ്ങുകളിലൂടെയാണ് നിലവിൽ വന്നത്. ബിങ് ക്രോസ്ബി പോലുള്ള പ്രമുഖ ഗായകർ ഈ ഗാനം ആലപിച്ചതോടെ അത് ആഗോളതലത്തിൽ ട്രെൻഡായി മാറുകയായിരുന്നു. യേശുവിന്റെ ജനനത്തെയോ ബെത്ലഹേമിനെയോ കുറിച്ചുള്ള വരികളില്ലാതെ ഒരു ഗാനം എങ്ങനെ ക്രിസ്മസിന്റെ മുഖമായി മാറിയെന്നത് സംഗീത ലോകത്തെ വിസ്മയമാണ്. മനോഹരമായ ഒരു ശൈത്യകാല യാത്രയുടെ സ്മരണകളിൽ നിന്ന് തുടങ്ങി ഇന്ന് ജാതിമത ഭേദമന്യേ ലോകത്തെല്ലായിടത്തും സന്തോഷം പടർത്തുന്ന ഒന്നായി ജിംഗിൾ ബെൽസ് മാറി. സ്ലീകളും സ്ലീ റേസിംഗും ചരിത്രത്തിന്റെ ഭാഗമായെങ്കിലും ആ കുതിരവണ്ടിയിലെ മണിനാദം ജിംഗിൾ ബെൽസിലൂടെ ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു.